ലൂക്ക ഇതുവരെ എഴുന്നേറ്റില്ല. നീ അവനെ ഒന്ന് വിളിച്ചേ. ലൂക്ക എഴുന്നേറ്റ് വാ. ശിവനെ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വന്ന് നോക്കിയടാ. കൊള്ളാം. എന്തായാലും ലൂക്ക ഉള്ളതുകൊണ്ട് ജയക്ക് കുക്കിംഗ് വിളിച്ചു. ഷിമിൻ സാർ എന്താ ഇവിടെ? ഇനിയിപ്പോൾ ഇന്നലെ വെള്ളിച്ച പറഞ്ഞുകൊണ്ട് ഷേക്കേച്ചൻ വിളിച്ചതായിരിക്കുമോ? ഹാ ലൂക്ക, നീ എഴുന്നേറ്റോ? ഗുഡ് മോർണിംഗ്. ഇവനെന്തൊരു മൈൻഡ് ഇല്ലാതെ പോന്നെ. ശിവനെ ഈ കോഫി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ആ ലുക്ക, നീ എഴുന്നേറ്റോ? നീ വേഗം റെഡി ആയിട്ട് ഇവരുടെ കൂടെ പോവാൻ നോക്ക്. ഇവരും കോളേജിലേക്കല്ലേ, നിനക്ക് ഒന്നിച്ച് പോവാലോ. ഷിമിൻ സാർ എന്താ ഇവിടെ? അവനിനി ഫുൾ ടൈം ഇവിടൊക്കെ തന്നെ കാണും. അല്ലേടെ ജേക്ക്, നീ ആ കോളേജിലായിട്ട് ഇതൊന്നും അറിയുന്നില്ലേ ലൂക്ക? എന്തറിയാൻ? നിന്റെ ചേച്ചി മിസ്സാക്കാൻ ഇഷ്ടത്തിലാണെന്ന്. നീ ഒരാൾ അവിടെ ഉണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാനിതൊക്കെ അറിയണമെങ്കിൽ പുറത്തൊന്നും ആരെങ്കിലും എന്നോട് വന്ന് പറയണം. എന്താണ്? ഓ, എന്താ അഭിനയം, ഇതുവരെ അറിഞ്ഞിട്ടേ ഇല്ലാത്ത പോലെയുണ്ട്. നീ അല്ലെങ്കിലും നിന്റെ സൈക്കസിനെ പ്രൊട്ടക്ട് ചെയ്യാനല്ലേ ശ്രമിക്കൂ. ഞാനിത് രാവിലെ ജിനീനെ വിളിച്ചു പറഞ്ഞപ്പോ അവള് പറഞ്ഞത് നിങ്ങൾ അവളുടെ കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് ഇങ്ങോട്ട് കയറുണ്ടാവുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷം. ജിമിനാന്ന് പറഞ്ഞപ്പോ ഇരട്ടി സന്തോഷം. ജിമിനെ, കാര്യം നീ അവളുടെ അനിയനാണെങ്കിലും അവക്ക് നീ മോനെ പോലെ. പിന്നെ ലൂക്ക, നീ എന്തെങ്കിലും അന്തം വിട്ടു പോലെ നിൽക്കുന്നേ? ഇവരുടെ മാരേജ് അടുത്തു തന്നെ ഉണ്ടാവും. നീ വേണം എല്ലാ കാര്യങ്ങളും മുമ്പിൽ നിന്ന് നോക്കാൻ. ജയക്കേസിന് ജിമിൻ സാറിനെ ഇഷ്ടമാണോ? ഇത്രയും പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ ജയക്കേസിനോട് ചോദിച്ചേ ജയക്കേസിന് ഇഷ്ടമാണോ എന്ന്. ആണ്, എനിക്ക് ശിവനെ ഇഷ്ടമാണ്. ജയിക്കച്ച കേട്ടല്ലോ, ഇപ്പൊ നമുക്ക് സമാധാനായില്ലേ? ഇനി വേഗം പോയി റെഡിയാവാൻ നോക്ക്. ആടാ ലൂക്ക, നീ വേഗം റെഡി ആയിട്ട് വാ. വേണ്ട, എനിക്ക് വേണ്ടി ആരും കാത്തു വെക്കണ്ട, ഞാൻ തനിയെ പോയിക്കോളും. ചേച്ചി ഇരിക്കും, നിങ്ങൾ എൻ്റെ ഒരു ഫുഡ് കഴിക്കും. ഞാൻ ലൂക്കേനെ ഒന്ന് നോക്കിയിട്ട് വരാം. ലൂക്ക, ലൂക്ക നിനക്ക് എന്താ പറ്റി? ഞങ്ങളുടെ കൂടെ വന്നാൽ നിനക്ക് എന്താ? എന്നെ കൺവിൻസ് ചെയ്യിക്കാൻ ആരും വരണ്ട. ഞാൻ വരൂലെന്ന് പറഞ്ഞാൽ വരില്ല. എടാ നീ പറയുന്ന കേൾക്ക്. ഇത്ര നാളായിട്ട് എൻ്റെ ഇച്ഛനോട് പറയാൻ ഞാൻ ഇച്ചക്ക് ജിമിൻ സാറിനെ ഇഷ്ടമാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെട്ടാലും അത് നിന്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമല്ല ലൂക്ക. ഒരിക്കൽ പോലും ഇച്ചക്ക് എന്നോട് പറയാൻ തോന്നിയില്ലേ? ഒന്നുമില്ലെങ്കിൽ അങ്ങനായിട്ട്. Look, stop this nonsense. You're crossing your limit. നീ എന്താണോ അതായിട്ട് നിന്നാൽ മതി. നീ എൻ്റെ ബ്രദറാ, അങ്ങനെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. ക്ലാസ്സിൽ പോകാൻ ടൈമായി, വേഗം റെഡി ആയിട്ട് വരാൻ നോക്കാം. ഞങ്ങളുടെ കൂടെ പോരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാ. വേണ്ട, ഞാൻ ബസ് നോക്കണം. എനിക്ക് തനിയെ പോകാൻ അറിയാം. വന്നോ വനമാല, ഞാൻ വിചാരിച്ച പോലെ മോൻ കടന്നൽ ഊത്തിയ പോലെ ഇരിപ്പുണ്ട്. നിന്റെ ചേടെ കെട്ടുറപ്പിച്ചെന്ന് കേട്ടല്ലോ ലൂക്ക, ശരിയാണോ? നീ എന്തായി തിരിഞ്ഞു കളഞ്ഞു നോക്കുന്നത്? അല്ല, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. ജയക്കേസിനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. എന്നിട്ടും ഞങ്ങൾ രണ്ടുപേരും എത്തുന്നതിന് മുന്നേ ഈ ന്യൂസൊക്കെ എവിടെ എങ്ങനെ എത്തിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. നീ കേട്ടിട്ടില്ലേ ലൂക്ക, ഭിത്തികൾക്ക് പോലും ചെവിയുണ്ട്? ഞാൻ കേട്ടിട്ടില്ല. ഞാനിതൊരു ചെവിയുള്ള ഭിത്തി കണ്ടിട്ടുമില്ല. ഐഷ്, ഇവനെ കൊണ്ട്. ലൂക്ക, നീ ഓക്കെ അല്ലേടാ? ഞാനെന്തിനും ഓക്കെ അല്ലാതെ ഇരിക്കണം? ഇതുവരെ കെട്ടൊന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. നീ എന്നെ തല്ലുമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. പ്രിൻസിക്ക് നിന്നോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. അയാൾ നിന്നെ നിന്റെ ബ്രദർ പോലെയാണ് കാണുന്നത്. ഒരു അനിയനോട് നമുക്ക് എന്ത് വാത്സല്യം ഉണ്ടാവുക, അതായിരിക്കും അയാൾക്ക് നിന്നോടും ഉണ്ടാവുക. ഇവിടെ തന്നെ നിന്റെ പുറകെ എത്ര പേര് നടക്കുന്നു. ആ നാൻസി, ഞാൻ എത്ര നാൾ അവളുടെ പുറകെ നടന്നാ, പക്ഷെ അവളെനിക്ക് വളഞ്ഞില്ല. അവളുടെ മനസ്സിൽ എപ്പോഴും നീ തന്നെയാണ്. പക്ഷെ നിനക്കോ അതിനെ വേണ്ട. നിന്റെ ഇച്ചേനെ മാത്രം മതി. അതാണെങ്കിൽ ഒരു കാലത്തും കിട്ടത്തില്ല. ഇപ്പോൾ തന്നെയാണ് നിന്റെ ഇച്ചയുടെ കല്യാണം ഉറപ്പിച്ചു. നിനക്കിവിടെയുള്ള ഏതെങ്കിലും ഒന്നിനും നോക്കിയാൽ പോരാടാ. അവനാ കളവനെ മതി. എന്തൊരു ലോജിക്കായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എൻ്റെ ഒരു കൈയകത്തിൽ നിന്ന് മാറിയുന്നു, അതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ വലിച്ചു കയറി ഞാൻ ഭിത്തിയിലൊട്ടിക്കും. ലോജിക്ക് വെച്ചാണ് എല്ലാവരും പ്രേമിക്കുന്നത്.
ലോജിക്ക് വെച്ചുള്ളതാണെങ്കിൽ അത് പ്രേമമല്ലല്ലോ. അങ്ങനെ ആരെങ്കിലും പ്രേമിക്കാനായിരുന്നു എനിക്ക് എപ്പോഴും പ്രേമിക്കായിരുന്നു. എനിക്ക് ജേക്കേസിനെ ഇഷ്ടമുള്ളൂ. ലൂയിക്ക് ജീവനോടത്തോളം കാലം ജേക്കേസിന് എൻ്റെയാണ്. ഇവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പോയി എന്നെ വേണം ആദ്യം തല്ലാൻ. ഇനി ഞാൻ നോക്കിയിട്ട് ഒരു വഴിയുള്ളൂ, ഈ മാരേജ് മുടക്കണം. അതിന് ജിമിൻ സാറിന് വേറെ എന്തെങ്കിലും അഫെയർ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഉണ്ടാക്കണം, ഉണ്ടെങ്കിൽ അത് പൊക്കണം. അതൊന്നും നടക്കില്ല ലൂക്ക, നിനക്കെന്താ വയ്യേ? എന്താടാ നീ എന്താ എന്നെ നോക്കുന്നത്? നടക്കത്തില്ല ലൂക്ക. നോ 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 നോ, നീ എന്താ ചിന്തിക്കുന്നത് എനിക്കറിയാം. നടക്കത്തില്ല. നടക്കും, നീ വിചാരിച്ചത് നടക്കും. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലടാ, അതിന്റെ പേരെങ്കിലും ചെയ്തടാ. നിന്നെ കൊണ്ട് പറ്റണം. എടാ പട്ടി, ഞാൻ സ്ട്രെയിറ്റ് ആടാ. ഒന്നുമില്ല, മൂരാസിനൊക്കെ മടിച്ച് തലയെ കയറ്റി വെക്കാൻ എനിക്ക് തലക്ക് ഭ്രാന്താണോ? ഇതെങ്ങാനോ പ്രിൻസ് എറിഞ്ഞ എന്റെ കൈയും കാലും വെട്ടും. എനിക്ക് വേണ്ടി നിനക്കൊന്നും വളഞ്ഞുകൂടെടാ. ഇച്ചയൊന്നും ചെയ്യില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് ട്രൈ ചെയ്യടാ. നിന്റെ ട്രൈയില് ജിമിൻ സാർ വീഴണം നമുക്ക്. നീ ചെല്ലി പോ. നീ വല്ല ഡൗട്ട് ചോദിക്കാനാന്ന് പറഞ്ഞാൽ മതി. നീ കണ്ടിട്ടില്ലേ ഈ മൂവിയിലൊക്കെ ഡൗട്ട് ചോദിച്ച് നമ്മൾ മനസ്സിൽ കയറി പറ്റണം. ഓഹോ, എന്താ സിമ്പിൾ. എന്നാ പിന്നെ നീ പോയി വളക്കടാ. സോറി, ലൂക്കിന് മനസ്സിൽ ജേക്കേസ് മാത്രമേ ഉള്ളൂ. നീ ചെല്ലി, ഇപ്പൊ ബ്രേക്കിന്റെ ടൈം കഴിയും. ചെല്ലി, ഞാൻ പോലെ എനിക്ക് പേടിയാണ്. സോറി സാർ. നോക്കി നടന്നോളൂ എനിക്ക്. ഇവിടെ പൊട്ടി, ഞാൻ എന്ത് ഡൗട്ട് ചോദിക്കാൻ ഇതുവരെ ബുക്കോലും തുറന്നു നോക്കിയിട്ടില്ല. ഇതിനകത്ത് ഞാൻ എന്ത് ഡൗട്ട് ചോദിക്കാനാ? അത് സാർ ഒരു ഡൗട്ട്. മനുഷ്യ തള്ളിയിട്ടാ നീ ഡൗട്ട് ചോദിക്കുന്നത്? എന്തായാലും ശരി, വന്നാ എന്താന്ന് പറ. അത് ഈ ടോയ്ലറ്റ് എവിടെയാ? ടോയ്ലറ്റോ? ഇത്ര നാൾ ഇവിടെ പഠിച്ചിരുന്ന എനിക്ക് ടോയ്ലറ്റ് എവിടെയാന്ന് അറിയത്തില്ലേ? സാർ വഴക്ക് പറയാൻ ടൈമില്ല. സാർ എവിടെയാന്ന് പറഞ്ഞതാ. ഇതിവിടെ സ്ട്രൈറ്റ് പോയിട്ട് റൈറ്റ്. ഓക്കെ സാർ, താങ്ക് യു. ഇതിനെന്താ വയ്യേ? ഡൗട്ട് ചോദിക്കാൻ പറഞ്ഞോട്ടെ നീ എന്തിനാണ് അങ്ങനെ തള്ളിയിട്ടത്? നീ മിണ്ടരുത്. മര്യാദക്ക് അവിടെ നിന്ന് എന്നെ ഊത്തി തള്ളിവിട്ടത് നീയല്ലേ? നീ എന്നതാണ് അങ്ങനെ പോയി ഡൗട്ട് ചോദിച്ചത്? അത് ഞാൻ ഗ്രാവിറ്റീനെ കുറിച്ച് ചോദിച്ചു. നമുക്ക് പഠിക്കാനില്ലല്ലോ. എടാ, എനിക്ക് പഠിക്കാനുള്ളത് ഏതാ പഠിക്കേണ്ടാത്തത് ഏതെന്ന് അറിയത്തില്ല. എന്നെ നീ ഡൗട്ട് ചോദിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റ് എവിടെയാന്ന് വെച്ചിട്ടുണ്ടോ? ഇതിനെയൊക്കെ പറഞ്ഞു വിട്ട് എന്നെ പറഞ്ഞാൽ മതി. എന്നെ കൂടെ ഇത്രയൊക്കെ പറ്റുള്ളൂ. നീ വേണമെങ്കിൽ വേറെ ആളെന്ന്. എന്തായാലും ഇനിയിപ്പം ജെക്കിയുടെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് പോവാം. ഇന്ന് പോകാനിരുന്നതാ, സാരില്ല. ഇനി എന്തായാലും ഈ മാസം തന്നെ പെട്ടെന്ന് തന്നെ ജെക്കിയുടെ മാരേജ് നടത്തണം. ലൂക്ക നീ? ഞാൻ ഉണ്ടാവില്ല. എനിക്കൊരു ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ട്. ഞാനിവിടെ ഉണ്ടാവില്ല. അതിന് ഡേറ്റ് പറഞ്ഞില്ലല്ലോ. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുമില്ല. അല്ല, നിനക്ക് ബിസിയായിട്ട് നമുക്കത് അടുത്ത മാസത്തേക്ക് ആക്കാം. നീ ഇല്ലാണ്ട് എങ്ങനെയാ ജെക്കിസിന്റെ കല്യാണം നടത്തുക? ഞാൻ പോകുന്നു, എനിക്ക് ഉറക്കം വരുന്നു. ഇതിന്റെ പ്രശ്നത്തിന് മാറിയില്ലേ ജെക്കെ? ഞാൻ വിചാരിച്ചത് നിന്റെ കല്യാണത്തിന് മുമ്പില് തന്നെ അവനുണ്ടാവുന്ന. ഇതിപ്പോ അവൻ സത്യം ഞാൻ വിലയിരിക്കുന്നു. സാറില്ല ചേച്ചി, അവൻ ഓക്കെ ആയിക്കോളും. ലൂക്ക, ഫോൺ ഓഫാക്കി വെക്ക്. ആ തള്ള എങ്ങാനും പിടിച്ചാൽ നീ തീർന്നതാ. ലൂക്ക, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്തെന്ന്? ഇനി നീ ഈ ഫോൺ ക്ലാസ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിൽ വന്ന് വാങ്ങിയിട്ട് പോയാൽ മതി. മിസ്സിന്റെ ഫോൺ ഞാൻ ഇനി യൂസ് ചെയ്യില്ല. ആ ഫോണും തരുമോ? വല്ല ആവശ്യം ഉണ്ടായിരുന്നു അതിന്റെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബ്രേക്കിന് പോയി വാങ്ങുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അതിപ്പോ പ്രവേശനം കേൾക്കേണ്ടി വരുമല്ലോ. എന്തായാലും ഞാൻ കുളിച്ചു കയറാം. അത് ലൂക്കയുടെ ഫോണല്ലേ അത്? ഈ ജെ കെ സാർ എന്തൊരു ഹോട്ടാ. ആ ആപ്സും
ബൈസെപ്സും ഒക്കെ നോക്കിക്കേ. ചുമ്മാതല്ല ആ ജിമിൻ സാറിന്റെ പുറകെ വെച്ച് പിടിക്കുന്നത്. ഇങ്ങനെ ഒരു മുതലിനെ കിട്ടിയ ആരെങ്കിലും വെറുതെ വിടും? എൻ്റെ ഇച്ചേരെ നിങ്ങളുടെ ഈ വൃത്തികെട്ട കണ്ണുകൊണ്ട് നിങ്ങൾ ഇനി ഒരിക്കലും നോക്കരുത്. ലൂക്ക ലൂക്ക മിസ്റ്റർ സോറി പറ. സാർ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഇങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ അനിയനെ വളർത്തുന്നത്? ടീച്ചേഴ്സിനെ ബഹുമാനിക്കുന്ന ഇവരെ തീരെ അറിയില്ലേ? ലൂക്ക നിന്നോടാ ഞാൻ പറഞ്ഞേ. ഇല്ല, ഞാൻ സോറി പറയില്ല. എൻ്റെ ഭാഗത്ത് തെറ്റില്ലാണ്ട് ആരോടായാലും ഞാൻ സോറി പറയില്ല. ചേക്ക് വേണ്ട, വിട്ടേക്ക്. ശിവൻ ഇവൻ കാണിച്ചു കണ്ടില്ലേ? ഇത് ഞാനും ഈ തമ്മിലുള്ള പ്രശ്നമാണ്. അതിൽ വേറൊരാൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഞാൻ കെട്ടാൻ പോകുന്ന എൻ്റെ ചെറുക്കനാ. അവൻ എന്നോട് സംസാരിക്കുന്നതിൽ ഒന്നും പറയാൻ നിനക്ക് അവകാശമില്ല ലൂക്ക. ഇച്ഛ അപ്പൊ അതൊക്കെ സത്യമാണ്. ശരിക്കും JK സാർ ജിമിൻ സാറിനെ കിട്ടാൻ പോവാ. പ്രിൻസ് എന്തൊരു റൊമാൻറ്റിക് അല്ലേ? ജിമിൻ സാറിന്റെ ഒരു ഭാഗ്യം. ഇങ്ങനെയൊക്കെ ആളെ കിട്ടാൻ ഭാഗ്യം ചെയ്യാം. സ്നേഹ മിസ് പഠിച്ച പണി 18 പയറ്റിയിട്ടും JK സാർ പറഞ്ഞത് ജിമിൻ സാറിന്റെ അല്ലേ? എടാ ലൂക്ക നിക്കടാ.